നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സന്തോഷത്തോടെ കൊണ്ടാടിയ ഉത്സവം അവസാനം കണ്ണീരിലായി. കൊയിലാണ്ടി കുറുവങ്ങാട് ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനവും നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജും സജ്ജമാക്കി. വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ആവശ്യത്തിനുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് ഈ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആനകൾ ഇടഞ്ഞത്. ഇടഞ്ഞ ആന മറ്റൊരു ആനയെ കുത്തുകയും തുടർന്ന് 2 ആനകളും വിരണ്ടോടുകയും ചെയ്തതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ആന ആരെയും ഉപദ്രവിച്ചില്ല എന്നാണ് പറയുന്നത്. തിക്കിലും തിരക്കിലും പെട്ട 2 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചത്. കുറുവങ്ങാട് സ്വദേശികളായ ലീല, അമ്മുക്കുട്ടി, കൊയിലാണ്ടി സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത്. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം അപകടത്തിൽ മരിച്ച രാജൻ, ലീല, അമ്മുക്കുട്ടി എന്നിവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. സാരമായി പരിക്കേറ്റ 2 പേർ ഉൾപ്പെടെ 12 പേർ ചികിത്സയിലാണ്. ഉത്സവ നടത്തിപ്പിന് അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. നിബന്ധനകൾ പാലിച്ചിരുന്നോ എന്ന് അന്വേഷിക്കും. റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുമെന്നും ADM അറിയിച്ചു. എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ ക്ഷേത്രത്തിന്റെ ഓഫീസ് തകർന്നു വീണും തിക്കിലും തിരക്കിലും പെട്ടുമാണ് 3 പേർ മരിച്ചത് എന്നാണ് പറയുന്നത്. 30ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ആനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയിൽ ഓഫീസ് തകർന്നു വീണാണ് അപകടത്തിന്റെ ആഘാതം കൂട്ടിയത്. ഓഫീസ് കെട്ടിടം തകർന്ന് അതിന്റെ അടിയിലാകപ്പെട്ടവർക്ക് എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു കൊയിലാണ്ടി ഭഗവതി ക്ഷേത്രത്തിൽ മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ദുരന്തം അരങ്ങേറിയത്. ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ ചടങ്ങുകളുടെ ഭാഗമായുള്ള വരവിനായി ആനകളെ തിടമ്പേറ്റുമ്പോഴായിരുന്നു അപകടം. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. വരവിന് മുന്നോടിയായി കതിന പൊട്ടിച്ചതോടുകൂടി വിരണ്ട പീതാംബരന് ഗോകുലിനെ കുത്തുകയായിരുന്നു. കുത്തേറ്റ് ഗോകുൽ പീതാംബരനു നേരെ തിരിഞ്ഞതോടുകൂടിയാണ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ 2 ആനകൾ തമ്മിൽ കൊമ്പുകോർത്തത്. ആനകൾ കൊമ്പുകോർക്കുന്നതിനിടയിൽ ക്ഷേത്രത്തിന്റെ ഓഫീസ് തകർന്നു വീണു. ഗോകുലിന്റെ കുത്തേറ്റ് ഓഫീസിലേക്ക് പീതാംബരൻ ഇടിച്ചു കയറുകയായിരുന്നു. ക്ഷേത്രം ഓഫീസിന് മുന്നിൽ എഴുന്നള്ളത്ത് കാണാനായി ഇരിക്കുന്നവരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇവരുടെ മുകളിലേക്ക് കെട്ടിടാവശിഷ്ടങ്ങൾ വീണതോടുകൂടി എഴുന്നേൽക്കാനും കഴിഞ്ഞില്ല. ഇതിനിടെ കൊമ്പുകോർത്ത ശേഷം തിരിഞ്ഞോടിയ ആനകളുടെ മുന്നിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ നിരവധി പേർക്ക് തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റവരെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിയ ആനകളെ പ്രധാന റോഡിലെത്തും മുമ്പ് തന്നെ നിമിഷ നേരത്തിനുള്ളിലെ പാപ്പാന്മാർ തളച്ചു. അപ്പോഴേക്കും ജനം പേടിച്ചോടിയും നിലത്തു വീണും പരിക്കേറ്റു.